അമ്മയെ താതൻ താനോലിച്ചടച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാം. തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാം. തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, അതെന്നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയാ, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയാ. ഘോരവൈരിയിൽ നടുവിലവൻ ദേശ നമുക്കൊരുക്കുമല്ലോ, ദേശ നമുക്കൊരുക്കുമല്ലോ. ഘോരവൈരിയിൽ നടുവിലവൻ ദേശ നമുക്കൊരുക്കുമല്ലോ, ദേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, അതെന്നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഹരത്താൽ വലഞ്ഞിടിലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുൻപാകെ ആയിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എത്രയോ ആയിരങ്ങൾ ഈ പകലിൽ നമ്മെ വിട്ട് കടന്നുപോയി. നമ്മോട് കൂടെ അവസാനത്തോളം ഉണ്ട് എന്ന് പറഞ്ഞ പലരും നമ്മെ വിട്ടു പോയി. ആമേൻ. എന്നാൽ പ്രിയരെ, ഇന്നും ദൈവം നമ്മെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ഒരു സാക്ഷിയാക്കി ദൈവം നമ്മെ നിർത്തിയല്ലോ. അത് ഓർത്ത് കർത്താവിന് സ്തുതിക്കുന്നു. പറയുവാനോ പുകഴുവാനോ ജീവിതത്തിൽ ഒന്നുമില്ലപ്പ. സ്തോത്രം. ആ കർത്താവിന് നമുക്ക് ഒരുമിച്ച് നമുക്ക് ആരാധിക്കേണ്ട സമയമാണ്. നിങ്ങൾ എത്ര പേരിന്ന് പകൽക്കാലം ബൈബിൾ വായിച്ചു എന്ന് എനിക്കറിയത്തില്ല. എത്ര പേരിന്ന് രാവിലെ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പ്രാർത്ഥന കുറഞ്ഞു പോകരുതേ, വചനധ്യാനം കുറഞ്ഞു പോകരുതേ, ഉപവാസങ്ങൾ കുറഞ്ഞു പോകരുതേ, അപ്പനോടുള്ള ബന്ധം കുറഞ്ഞു പോകരുതേ. ഇന്ന് പകലിൽ സ്വർഗ്ഗം നമ്മോട് സംസാരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ധ്യാനത്തിനായി 71-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ഒരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ ഒത്തിരി ഇലകളുണ്ട്, ഒത്തിരി കായ്കനികളുണ്ട്, ഫലങ്ങളുണ്ടാകും, പൂക്കളുണ്ടാകും. അതിനകത്ത് ചെറിയൊരു ഇല അടർത്തിയെടുക്കുക എന്ന്. ഇതിനകത്ത് ഏകദേശം 24 വാക്യങ്ങൾ അടങ്ങുന്ന ഈ അധ്യായത്തിനകത്തുനിന്ന് ഒരു വാക്യം അടർത്തിയെടുക്കുക. സ്തോത്രം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് വനാന്തരങ്ങളിൽ തൻ്റെ അപ്പൻ തന്നെ ഏൽപ്പിച്ച ആടുകളുമായി
താൻ വനാന്തരത്തിലായിരിക്കുമ്പോൾ ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും തൻ്റെ ആടുകളെ ആക്രമിക്കുമ്പോൾ രണ്ടിനെ നിന്നും ദാവീദിനെ ഏൽപ്പിച്ച ആടുകളെ വിടുവിച്ചു. ഇന്ന് പകലിൽ ഇവിടെ ദാവീദ് പ്രാർത്ഥനയോടും സങ്കടത്തോടും പറയുക, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുക. എന്താ സംസാരിച്ചത്? അവരെന്താ സംസാരിക്കുന്നത്? ഒരു അഭിഷത്തിനെ കുറിച്ച് അവരെന്താ സംസാരിക്കുന്നത്? കൃപാവരങ്ങളെക്കുറിച്ചാണോ? വീര്യപ്രവൃത്തികളെക്കുറിച്ചാണോ? അല്ലയോ നിന്റെ പരാജയത്തെക്കുറിച്ചാണോ? എന്താ സംസാരിക്കുന്നവർ? അല്ലെങ്കിൽ രാജാവിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണോ? അല്ലെങ്കിൽ രാജാവിന് കൽപ്പിച്ച കൽപ്പനയെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? എന്താ സംസാരിക്കുന്നത്? ആമേൻ, സ്തോത്രം. അവർ സംസാരിക്കുന്ന കാര്യം ദാവീദിനെ കൊല്ലണം. ഇതാണ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല സംസാരം. സ്തോത്രം, ആമേൻ. ദാവീദിൻ്റെ അനർത്ഥം കാണാൻ അവർ കൊതിച്ചിരിക്കുക. 13 വാക്യം പറയുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ന കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. കണ്ടോ, 13 വാക്യം വ്യക്തമാണ്. ദാവീദിൻ്റെ മരണം കാണാൻ കൊതിക്കുന്നവർ, സ്തോത്രം, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ആരോടൊക്കെ ദൈവാത്മാവിന്ന് പകൽക്കാലം വിളിച്ചു പറയുക, നിന്റെ മരണം കാണാൻ ചിലർ കൊതിച്ചിരിക്കുക. ആമേൻ. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, നീ അവൻ്റെ ശവകടക്ക് കഴിയാതെ ദൈവം നിന്നെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റത്തില്ല. ആമേൻ, ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ചില കുടുംബങ്ങൾക്ക് വിടുതല. ആമേൻ. ചില വ്യക്തികൾക്ക് ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ സംഭവിക്കുകയാണ്. ഓക്കെ, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. പിന്തുടർന്ന് പിടിപ്പാൻ വിടുവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. സ്തോത്രം. ദൈവം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നോ രക്ഷ. അഭിഷക്തന്മാരെ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ കേൾവിക്കാരെ, ദൈവം നമ്മെ ഉപേക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കരുത്. ഒരു അഭിഷക്തന്മാർക്ക് വിരോധമായും നമ്മുടെ നാവിൽ നിന്നൊരു വാക്ക് പോലും വിടരുത്. സ്തോത്രം. ചിലപ്പോൾ നിങ്ങളുടെ സഭയിലെ അഭിഷക്തൻ്റെ പേര് മോഹൻ എന്നോ ശങ്കരനെന്നോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പേരുണ്ട്, ദൈവദാസൻ. ദൈവത്തിൻ്റെ ദാസൻ. ദൈവത്തിൻ്റെ ആരോപണങ്ങൾ ചുലത്തിയാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല. കാരണം സഭയിൽ ദൈവമാക്കി വച്ചിട്ടുണ്ടെങ്കിൽ, പരമാധികാരം ദൈവമാണെങ്കിൽ, ഇന്ന് പകലിൽ അഭിഷക്തന്മാരെ നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ആ ചില വ്യക്തികളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരെ കണ്ണീരും തുടച്ച് കഴുകി കുളിപ്പിച്ച് പുതിയ ഉടുപ്പും പാൻറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ അവരെ പള്ളിയിൽ കൊണ്ട് ഇരുത്തി ദൈവമാരെന്ന് പഠിപ്പിച്ച് അവരെ സ്നാനപ്പെടുത്തി രക്ഷയെ കാണിച്ചു കൊടുത്തു. കൂട്ടായ്മകൾക്കെല്ലാം ചേർത്ത് പിടിച്ച് നിർത്തി ലാസ്റ്റ് അഭിഷക്തനെ ചവിട്ടിക്കളഞ്ഞിട്ട് പോയെങ്കിലും പേടിക്കണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കണ്ടോ ദാവീദ് പറഞ്ഞത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കണ്ടോ, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഉറപ്പായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും ദൈവം ലജ്ജിപ്പാൻ ഇടയാക്കത്തില്ല. ദൈവ പൈതലെ, ഹല്ലേലൂയ. ഒരിക്കലും ഈ പ്രഭാതത്തിൽ ആരെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കിയാലും, ആരൊക്കെ നിങ്ങളെ
തകർക്കാൻ നോക്കിയാലും മരണം കാണാൻ കൊതിച്ചാലും ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ദൈവം നിവർത്തീകരിക്കും. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം പകുതി വഴി നിൽക്കുന്നവർ, ആത്മീയത്തിൻ്റെ പകുതി വഴി നിൽക്കുന്നവരോടാ ദൂത് പറയുന്നത്. അകത്ത് കയറിക്കോ, ആ ലൈനിനകത്ത് അകത്തിക്കോ. ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കുന്ന പകല. സ്തോത്രം. ഈ പ്രഭാതം ഒരു വലിയ വിടുതലിന്റെ പ്രഭാതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പിന്നെയും പറയുക, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. ദൈവത്തെ സംബോധന എന്നാണ്ടോ. ദൈവത്തെ വിട്ട് നമുക്ക് ഒരു കളിയില്ല. ദൈവവൈതലേ, വ്യക്തികളൊക്കെ മാറിപ്പോവും, എല്ലാവരും മാറിപ്പോവും. എത്രത്തോളം ചേർത്ത് പിടിച്ചാലും അവരൊക്കെ മാറിപ്പോവും. ഇന്ന് പകലിൽ മാറിപ്പോകാത്തൊരു ദൈവത്തെ നീ ചേർത്ത് പിടിച്ചോ. ദൈവത്തെ ചേർത്ത് പിടിച്ചോ. ഈ പ്രഭാതത്തിൽ നീ ദൈവത്തെ ചേർത്ത് പിടിച്ചോ. മനുഷ്യന്റെ പ്രീതി നിനക്ക് വേണ്ട. മനുഷ്യന്റെ പ്രീതി നിനക്ക് വേണ്ട. യേശുവിനെ ചേർത്ത് പിടിച്ചോ. ഒരിക്കലും അവൻ ഉപേക്ഷിക്കത്തില്ല. ചേർത്ത് പിടിച്ചോ. നിന്റെ സങ്കടത്തിലും നിന്റെ വേദനയിലും ആ യേശുവിനെ ചേർത്ത് പിടിച്ചോ. മനുഷ്യരെല്ലാം നിന്നെ തള്ളും. ദൈവകുഞ്ഞെ, വഴിയരികിലെ ഭ്രാന്തനായിരുന്നൊരു മനുഷ്യനെ ദൈവാത്മാവ് നിയോഗത്തോടെ ഞങ്ങൾ കഴുകിയെടുത്ത്, തൻ്റെ മുടിയെല്ലാം ജടയായിരുന്നു, മുടിയെല്ലാം വെട്ടി ക്ലിയറാക്കി, ജടയെല്ലാം മാറ്റി, പുതിയ ഷർട്ടും പുതിയ പാൻറ്റും എല്ലാം വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിനെ ബൈബിൾ സ്റ്റഡി പഠിപ്പിച്ച് ഒരു നല്ലൊരു ആത്മീകനാക്കി ഒരു വിവാഹവും കഴിച്ചു കൊടുത്തു. 2 മക്കളൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ അറിയത്തില്ല. അദ്ദേഹം നമ്മളെന്ത് ചെയ്യില്ല, അറിയില്ല. നീയും ഞാനും ചെയ്യുന്ന ശുശ്രൂഷ മനുഷ്യനെ നോക്കിയല്ല ചെയ്യേണ്ടത്, സ്വർഗത്തിലേക്ക് നോക്കി നീ ചെയ്. ശുഡമനരകതന വൈഡകരാജകൽക്കനാദി. നീയും ഞാനും ചെയ്യുന്ന ശുശ്രൂഷ മനുഷ്യനെ നോക്കിയല്ല ചെയ്യണ്ടേ, സ്വർഗത്തിലേക്ക് നോക്കി നീ കാര്യങ്ങൾ ചെയ്താൽ സ്വർഗം നിനക്ക് അനുകൂലമായിരിക്കും. യെസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഡാഡി. ആ കർത്താവ് നിനക്ക് അനുകൂലം, ആ സ്വർഗം നിനക്ക് അനുകൂലം. ഇന്ന് പകലിൽ ആരൊക്കെ വിഷമിച്ചിരിക്കുക, എന്നെ എല്ലാവരും ചതിച്ചു, എന്നെ എല്ലാവരും പറ്റിച്ചു, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് ആരൊക്കെയോ ഏതൊക്കെയോ അഭിഷക്തന്മാർ സങ്കടത്തോടെ ഇരിക്കുക. ഇന്ന് പകൽ അഭിഷക്തന്മാരെ ഭാരപ്പെടണ്ട. നിങ്ങളെ ചവിട്ടിക്കളഞ്ഞവർ പോട്ടെ, നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു യേശുവുണ്ട്. യെസ്, കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഇന്ന് പകലിൽ അടയ്ക്കാം. 10-ാം വാക്യം, എൻ്റെ ശത്രുക്കൾ എന്നെ ചൊല്ലി സംസാരിക്കുന്നു, എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നു. അവർ കൂടി ആലോചിച്ചിരിക്കുന്നു. കൂടി ആലോചിക്കുക. ആലോചനയൊക്കെ ദൈവം പൊളിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, നല്ല പകലിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. ദൈവ സാന്നിധ്യം കൊണ്ട് പൊതിയണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ.